ഒരു നല്ല സന്ദേശം. ഹരേകല ഹജബ ഒരു ഓറഞ്ച് വ്യാപാരി, ആയിരങ്ങളുടെ ഭാവി മാറ്റിയ മനുഷ്യൻ. കർണാടകയിലെ മംഗലാപുരത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം ന്യൂപ്പാടപ്പു. അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. സ്കൂൾ കാണാത്ത, പുസ്തകത്തിൻ്റെ മണം പോലും അറിയാത്ത, ജീവിതം മുഴുവൻ ഓറഞ്ച് വിൽപ്പനയിലൂടെ മുന്നോട്ട് നീങ്ങിയ ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര് ഹരേകല ഹജബ. ഇന്ന് രാജ്യം അദ്ദേഹത്തെ വിളിക്കുന്നത് അക്ഷര സന്യാസി എന്നാണ്. പക്ഷേ ഈ പേര് ലഭിക്കാൻ കാരണമായത് വലിയ പ്രസംഗമോ പണമോ അധികാരമോ ആയിരുന്നില്ല. അത് തുടങ്ങിയത് ഒരു ചെറിയ നാണക്കേട് നിറഞ്ഞ നിമിഷത്തിൽ നിന്നാണ്. ഒരു ദിവസം മംഗലാപുരം മാർക്കറ്റിൽ ഹജബ പതിവ് പോലെ ഓറഞ്ച് വിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു വിദേശി വന്നു. അവൻ ഇംഗ്ലീഷിൽ ചോദിച്ചു, "ഹൗ മച്ച് ഈസ് ദിസ് ഓറഞ്ച്?" ഹജബയ്ക്ക് ആ ഭാഷ അറിയില്ല. ചോദ്യം പോലും മനസ്സിലായില്ല. അദ്ദേഹം മൗനമായി നിന്നു. മറുപടി പറയാൻ കഴിയാതെ ചുറ്റുമുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് ആ നിമിഷം അദ്ദേഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചു. അന്ന് ഹജബ സ്വയം ചോദിച്ചു, "എനിക്ക് ഇതൊക്കെ സഹിക്കാം, പക്ഷേ എൻ്റെ ഗ്രാമത്തിലെ കുട്ടികളും ഇതേ അപമാനം അനുഭവിക്കണോ?" അവിടെ നിന്നാണ് ആ ഓറഞ്ച് വ്യാപാരിയുടെ ഉള്ളിൽ ഒരു വിപ്ലവം തുടങ്ങുന്നത്. എൻ്റെ ഗ്രാമത്തിൽ ഒരു സ്കൂൾ വേണം. ഹജബയ്ക്ക് പണമില്ല, വിദ്യാഭ്യാസമില്ല, സ്വന്തമായി ഒരു വീട് പോലും ഇല്ല. എന്നാൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. എൻ്റെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇടം ഞാൻ ഉണ്ടാക്കും. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. ദിവസം മുഴുവൻ ഓറഞ്ച് വിൽക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കും. നമുക്കത് ചെറിയ തുക പോലെ തോന്നാം, പക്ഷേ ഹജബയ്ക്ക് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിരുന്നു. 10 വർഷത്തെ ക്ഷമ. ആ തീരുമാനം ഒരു ദിവസമോ ഒരു വർഷമോ ആയിരുന്നില്ല. 10 വർഷം ചൂടിലും മഴയിലും വെയിലത്തും വിശപ്പിലും അദ്ദേഹം ഓറഞ്ച് വിറ്റു. ചില ദിവസങ്ങളിൽ ഒന്നും ശേഷിക്കാതെ വന്നിട്ടുണ്ടാകും. എന്നാലും അദ്ദേഹം കൈവിട്ടില്ല. കാരണം അത് തൻ്റെ സ്വപ്നമല്ലായിരുന്നു, അത് മറ്റുള്ളവരുടെ ഭാവിയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം അവിടെ ന്യൂപ്പാടപ്പൂവിൽ ഒരു സ്കൂൾ ഉയർന്നു. ഒരു നിരക്ഷരൻ അക്ഷരങ്ങൾക്ക് വേണ്ടി പണിത ഒരു ദേവാലയം. കുട്ടികളുടെ കണ്ണുകളിൽ തെളിഞ്ഞ പ്രതീക്ഷ. ആ സ്കൂൾ തുറന്ന ദിവസം ഗ്രാമത്തിലെ കുട്ടികൾ ആദ്യമായി ബോർഡും പുസ്തകവും കണ്ടു. അവർ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിച്ചു, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങി, ലോകത്തെ മനസ്സിലാക്കാൻ തുടങ്ങി. ഹജബയുടെ കണ്ണുകളിൽ അന്ന് നിറഞ്ഞത് പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത സന്തോഷമായിരുന്നു. ഈ നിസ്വാർത്ഥ പ്രവർത്തനം രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു. 2020 ഇന്ത്യൻ സർക്കാർ ഹരേകല ഹജബയ്ക്ക് പത്മശ്രീ നൽകി ആദരിച്ചു. ഒരു സ്കൂൾ കാണുക പോലും ചെയ്യാത്ത മനുഷ്യൻ രാജ്യത്തിൻ്റെ 3ാമത്തെ ഉയർന്ന ബഹുമതി സ്വീകരിക്കുന്നു. അതായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ വിജയം. ഹജബ സ്കൂൾ ഒരു സ്വപ്നത്തിൻ്റെ വളർച്ച. ഇന്ന് ഹജബ സ്കൂൾ സർക്കാരിൻ്റെയും ജനങ്ങളുടെ സമഭാവനകളുടെയും സഹകരണത്തോടെ ഒരു മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നു. പക്ഷേ ഹജബയുടെ സ്വപ്നം ഇതോടെ അവസാനിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നു, "എനിക്ക് വീട് വേണ്ട, പക്ഷേ എൻ്റെ ഗ്രാമത്തിലൊരു പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് വേണം." സ്വന്തമായി വീടില്ലാത്ത മനുഷ്യൻ മറ്റുള്ളവർക്കായി വിദ്യാഭ്യാസത്തിൻ്റെ വീടുകൾ പണിയുകയാണ്. ഒരു ജീവിതം നമ്മോട് പറയുന്ന പാഠം. ഹരേകല ഹജബയുടെ ജീവിതം നമ്മോട് ഒരൊറ്റ കാര്യം പറയുന്നു: മനസ്സുണ്ടെങ്കിൽ
അസാധ്യം ഒന്നുമില്ല. വിദ്യാഭ്യാസമില്ലായ്മ തടസ്സമല്ല, ദാരിദ്ര്യം തടസ്സമല്ല, അവസരം ഇല്ലായ്മ പോലും തടസ്സമല്ല. ഉള്ളിൽ കരുണയും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരു ഗ്രാമത്തിൻ്റെ ഭാവി മാറ്റാം. ഇതൊരു ഓറഞ്ച് വ്യാപാരിയുടെ കഥ മാത്രമല്ല, ഇത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തിയുടെ കഥയാണ്. നമ്മൾ ഓരോരുത്തരും ഇന്നെങ്കിലും ചോദിക്കണം, എൻ്റെ ജീവിതം മാറ്റാൻ സഹായിക്കുന്നു, എൻ്റെ ജീവിതം എത്ര പേരുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്നു? ഹരേക്കല ഹജബ അതിന് നിശബ്ദമായി നൽകിയ മറുപടിയാണ് ഇന്ന് ആയിരങ്ങളുടെ ഭാവി. കടപ്പാട്, ഡോക്ടർ മനു മെൽവിൻ ജോയ്. ഈ സംഭവം ഞാനിപ്പോൾ വായിച്ചപ്പോൾ എൻ്റെ ജീവിതാനുഭവം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ 2007 രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന ബുക്ക് പ്രസിദ്ധീകരിച്ച് അത് കൊണ്ട് നടന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി വിറ്റ് പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും കല്യാണ കുട്ടികൾക്ക് എന്തെങ്കിലും ഡ്രസ്സിനുമായി ഞാൻ വീടുകൾ കയറി ഇറങ്ങി വിൽക്കുക പതിവായിരുന്നു. അങ്ങനെ വലിയ കാറും വലിയ വീടും 2 കാറും ഒക്കെ ആയുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു 100 രൂപയുള്ളോ? ഞാൻ എഴുതിയ ബുക്കാ, ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാ. ഉടനെ ആ വീട്ടുകാർ പറഞ്ഞു, വീട്ടിലത്തെ കുടുംബനാഥൻ വന്നു, കുടുംബനാഥയും വന്നു, വേറെ ആരും അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, ഈ ബുക്ക് എടുക്കുമോ? എടുത്ത വഴിക്ക് അവർ പറഞ്ഞു, മലയാളം ബുക്കാണ് അല്ലേ എന്ന് ചോദിച്ചു. അതെ. എൻ്റെ മക്കൾ അമേരിക്കയിലും ലണ്ടനിലൊക്കെയാണ്, അവർക്ക് മലയാളം അറിയില്ല, നിങ്ങൾക്കറിയോ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾക്കറിയാം എന്ന്, ഞങ്ങൾക്ക് കുറേശ്ശെ അറിയാമെന്നാ എന്തോ പറഞ്ഞു മലയാളത്തിൻ്റെ കാര്യം. നിങ്ങളാണോ ഇത് എഴുതിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എൻ്റെ പേര് ഓമന വർഗീസ്, നെല്ലിക്കുന്നത്ത് ഓമന എന്നാണ് എൻ്റെ പേര്. നിങ്ങൾ പുസ്തകം എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, വേണ്ട കേട്ടോ പുസ്തകം, ഈ പുസ്തകം വേണ്ട, ഒന്ന് ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുള്ളൂ. അങ്ങനെ അന്ന് എനിക്ക് മനസ്സിൽ ഭയങ്കര പ്രയാസം തോന്നി. ദൈവം തന്നെ എന്നെ ആ മലയാളം ബുക്കിൻ്റെ രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന ബുക്കിൻ്റെ മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൽ കോളേജിലത്തെ പ്രൊഫസർ ആക്കി തരാനും, സെൻറ് തോമസിലത്തെ കോളേജിലത്തെ പ്രൊഫസർ ചാക്കോ കാക്കശ്ശേരി ആക്കി തരാനും, അത് ലോകം മുഴുവനും എത്തിക്കാനും ആ പുസ്തകം എനിക്ക് സാധിച്ചു. എനിക്കത് ഭയങ്കര സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച ഒരു നിമിഷവും ഇംഗ്ലീഷ് പുസ്തകം ഇറങ്ങി അത് ലോകത്ത് എല്ലാവിടെയും എത്തിയപ്പോഴും എൻ്റെ മരുമകൻ, കപ്പലിലുള്ള മരുമകൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ കപ്പൽ ഇറങ്ങുമ്പോൾ, കരയ്ക്ക് ഇറക്കുമ്പോൾ ആ ഭാഗത്തുള്ള പള്ളികളിൽ ഓരോന്ന് കൊടുക്കും. അങ്ങനെ ലോകം മുഴുവനും എത്തി എൻ്റെ ഇംഗ്ലീഷ് ബുക്ക്, ഐ നീഡ് യു ബുക്കിൻ്റെ പേര്. അതും രാജാവായിരുന്ന ഈശോയുടെ മലയാളമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി സന്തോഷം ദൈവം നമുക്ക് തരും. നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് വെല്ലുവിളി ഉണ്ടാവുന്നത് നല്ലതാണ്. നല്ല കാര്യത്തിന് വേണ്ടി വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഇതിലൂടെ പറഞ്ഞു വന്നത്. എല്ലാ മനുഷ്യൻ്റെയും വലിയ സന്തോഷങ്ങളിലൊന്ന് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നതാണ്. കാരണം ഇവിടെ എല്ലാം മറന്ന് അവൻ എന്നെയും ഞാൻ അവനെയും മനസ്സിലാക്കുന്ന സുന്ദര നിമിഷങ്ങൾ. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ അതേ മനസ്സോടുകൂടി എനിക്കൊപ്പമായിരിക്കാൻ എൻ്റെ ദൈവം ഇതാ എനിക്ക് വേണ്ടി എന്നിലേക്ക് വരുന്നു. നമുക്കൊരുങ്ങാം അവനെ സ്വീകരിക്കാൻ.
Download ShareChat. കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും, അവളുടെ വിജന പ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും. അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിന്റെ തോട്ടം പോലെയും ആക്കും. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും അവളിൽ നിറയും. പ്രിയപ്പെട്ട മനുഷ്യർ കൂടെയുണ്ടെങ്കിൽ മാത്രമേ സ്നേഹത്തിന് അതിൻ്റെ വിലയുണ്ടാവൂ. അഥവാ കൂടെയില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കാനോ നമുക്ക് വേണ്ടി കാത്തിരിക്കാനോ ഒരാൾ ഉണ്ടാകണം. അതൊന്നുമില്ലെങ്കിൽ ഉള്ളിലുള്ള സ്നേഹമൊക്കെ ഈ മനുഷ്യൻ എന്തു ചെയ്യും? ഒരാൾക്ക് വേണ്ടി കരുതി വെച്ച സ്നേഹമൊന്നും മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിഞ്ഞെന്ന് വരില്ല. ഏറ്റവും പ്രിയപ്പെട്ട ചില മനുഷ്യരൊക്കെ മരണപ്പെട്ടു പോയാലും അവർ ഓർമ്മകളെ ഹൃദയത്തിൽ താലോലിച്ച് ആ ഓർമ്മകളെ സ്നേഹിച്ച് കാലം കഴിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? പകർന്ന് കൊതി തീരാത്ത സ്നേഹം ആവോളം ഉണ്ടാകും മനസ്സിൽ. പക്ഷെ പകർന്നു തീർന്നില്ലെന്ന് കരുതി പകരം ഒരാളിലേക്ക് പകർന്നു കൊടുക്കാൻ മനസ്സ് അനുവദിക്കില്ല പലർക്കും. സത്യത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ എത്ര സുഹൃതം ചെയ്തവരാകും മരണപ്പെട്ടു പോയ ആ മനുഷ്യരൊക്കെ. മരിച്ചിട്ടും മരിക്കാത്ത മറ്റൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജീവിക്കുക എത്ര പേർക്ക് ഉണ്ടാവും? അങ്ങനെ ഒരു യോഗം. സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ രണ്ടിലൊരാളുടെ ജീവൻ വെടിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒഴുക്ക് നിലച്ചു പോകില്ല. ഒരാൾ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ അയാൾ മരിച്ചു പോകുമ്പോഴാണ് അയാളിലേക്ക് ഉള്ള സ്നേഹത്തിൻ്റെ ഒഴുക്ക് എന്നേക്കുമായി നിലച്ചു പോകുന്നത്. ഈ ഭൂമിയിലും അതിനുശേഷം പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരല്ലേ ശരിക്കും ഭാഗ്യം ചെയ്തവർ. നമുക്ക് അങ്ങനെ ആവാൻ കഴിയട്ടെ.
വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ ആദ്യത്തെ മോളെ 2000 വർഷങ്ങൾക്ക് മുൻപ് 1985 ഞാൻ എൻ്റെ മൂത്ത മോളെ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ക്ലോറോഫോൺ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മൂത്ത മകളുടെ കാര്യമാണ്. ക്ലോറോഫോം ഒക്കെ കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ എന്ത് കുട്ടിയാ? ഉടനെ ഡോക്ടർ പറഞ്ഞു പെൺകുട്ടി. അയ്യോ, എനിക്കൊരു ആൺകുട്ടീനെ തന്നില്ല ദൈവം. ഞാൻ അങ്ങനെ ഓളിട്ടു. എൻ്റെ അമ്മ അത് പറഞ്ഞ് മരിക്കണേക്കാലം മുന്നേ കുറേ വട്ടം പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. ആ ആസ്പത്രി മുഴുവനും കേൾക്കുന്ന വിധത്തിലാണ് ഡോക്ടർ ആ ചോദ്യം ചോദിച്ചപ്പോൾ, നീ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അയ്യോ എനിക്ക് ദൈവം ആൺകുട്ടിയെ തന്നില്ല എന്ന് പറഞ്ഞ് ഓളിട്ട് കരഞ്ഞത്. അപ്പോൾ അമ്മോട് ചോദിച്ചു, ഇത്ര ആസ്പത്രിയിലുള്ളവർ, പുറത്ത് തിയേറ്ററിൻ്റെ പുറത്തുള്ളവർ, മകളെന്താ ഇങ്ങനെ ഓളിയിട്ട് കരയണേ, ഇത് എത്രാമത്തെ കുട്ടിയാ? പറഞ്ഞു അത് ആദ്യത്തെ കുട്ടിയാ എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അപ്പോൾ എന്തിങ്ങനെ കരഞ്ഞേ? അതറിയില്ല, അവൾക്ക് ആൺകുട്ടികളെ വലിയ ഇഷ്ടമാണേ, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്ത് നല്ല മോളാ കുട്ടി, എന്തൊരു ഭംഗിയാ കാണാൻ, എന്നിട്ട് എന്ത് അത് ആദ്യത്തെ കുട്ടിയല്ലേ, എന്നിട്ട് എന്താ ഈ ഒരു ആൺകുട്ടീനെ തന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓളിയിട്ടേ? പറഞ്ഞു എന്താണെന്നറിയില്ല ഡോക്ടറെ, ക്ഷമിക്ക് പറഞ്ഞു. പക്ഷേ എനിക്ക് 33 വയസ്സിൽ എൻ്റെ രണ്ടാമത്തെ മോള് പ്രസവിച്ചപ്പോൾ ഇതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നോട് ചോദിച്ചു, ഓപ്പറേഷൻ ഓർമ്മ വന്നപ്പോൾ അന്ന് രണ്ടാമത്തെ മോളെ പ്രസവത്തിൻ്റെ സമയത്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ക്ലോറോഫോൺ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളെല്ലാം എനിക്ക് കാണിച്ചത്, TV കാണുന്ന പോലെ അബോധാവസ്ഥയിൽ. അങ്ങനെ അതും അതേപോലെ തന്നെ വേറെ ഡോക്ടറായിരുന്നു, ശ്രീദേവി, എലൈറ്റ് ഹോസ്പിറ്റലിലത്തെ ഫേമസ് ഡോക്ടർ. ആ ഡോക്ടറും ഓർമ്മ വന്നപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മാണിച്ചം വന്നു, എൻ്റെ ഈശോ വന്നു. മാണിച്ചം വന്ന് എൻ്റെ കൈ പിടിച്ചു. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തളർന്ന് വീണപ്പോൾ അതൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ TV കാണുന്ന പോലെ ഞാൻ കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഒന്നും ചോദിച്ചില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് സാരില്ല ഡോക്ടറെ, പെൺകുട്ടി ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ ഭർത്താവ് ജോലി ചെയ്ത് കുറേ കാശുണ്ടാക്കിയിട്ടുണ്ടേ, എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി
മരണം വരെ എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നന്മ ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുമല്ലോ. ചിലപ്പോൾ ഞാൻ ഡോക്ടറോട് പറയുന്നത് ചിലപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിപ്പോൾ ഒരു വിഷമമില്ല. 2 പെൺകുട്ടിയായത്, രണ്ടാമത്തെയും പെൺകുട്ടിയായത്, യാതൊരു വിഷമമില്ല ഡോക്ടറെ, ഒരു വിഷമമില്ല. ഡോക്ടറോട് പറഞ്ഞിട്ട് ചിരിക്കണ്. ഓർമ്മ വന്നിട്ടുള്ളോ? ഒരു കണക്കിനാണ് ഈ പറയണേ, എന്നാലോചിക്കണം ഈ കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ ആലോചിക്കുകയാണ് അതിന് ശേഷം. അന്ന് എനിക്ക് 33 വയസ്സായിരുന്നു. അതിനുശേഷം ഞാൻ ആ TV ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ട കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞാനിങ്ങനെ മനസ്സിൽ എനിക്കൊരു ആൺകുട്ടിയെക്കുറിച്ച് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ നിറഞ്ഞ സന്തോഷത്തോടെ പറയണു, ഇന്നെനിക്ക് ഒരു മകനെ ഞാൻ മനസ്സിൽ ഞാൻ ആശിച്ചു, ഒരു മകൻ ഉണ്ടാവണമെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഈ നിമിഷം ഞാൻ പറയാണ്, എനിക്ക് അനവധി ആൺമക്കളുണ്ട്. അനവധി ആൺമക്കൾ, ആത്മബലി നടത്തുന്ന ആത്മാക്കൾ, അനവധി ആൺമക്കൾ എനിക്കുണ്ട്. അതിൽ ആ കണക്ക് തരാൻ ഞാൻ ആളല്ല, ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഞാൻ സന്തോഷവതിയാണ്. ഞാൻ മരിക്കുമ്പോൾ ആത്മബലി നടത്തുന്ന ആത്മാക്കൾ അനവധി. എൻ്റെ ആമുഖത്തിൻ്റെ സമാപനം എന്നൊരു ആർട്ടിക്കിളുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്. ആ ആത്മബലി നടത്തുന്ന ആത്മാക്കൾ ആരാണെന്നൊക്കെ എനിക്കറിയാം. അവരൊക്കെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ എൻ്റെ സ്വന്തം ആൺമക്കളെ പോലെ എന്നെ സ്നേഹിക്കുന്ന വിധത്തിൽ എൻ്റെ വീട്ടിൽ വരും. എത്ര പേരുടെ കണക്കൊന്നും ഞാൻ പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, ആരൊക്കെയാണെന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്നെ യാത്ര അയക്കാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവരെല്ലാവരും വരും, പ്രാർത്ഥിക്കാനും എല്ലാത്തിനുമായിട്ട് അവരൊക്കെ വരും. എൻ്റെ 2 പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും പേരക്കുട്ടികളോടൊപ്പം ഞാൻ പറഞ്ഞ ആൺമക്കളും ആത്മബലി നടത്തുന്ന ആത്മാക്കളും ഈ ഭവനത്തിൻ്റെ പടി കടന്ന് വരും. അപ്പോൾ ഒരു മോനെ ആഗ്രഹിച്ചതിന് ദൈവം അനവധി ആൺമക്കളെ തന്നിട്ടുണ്ട്. അത് തന്നെ എനിക്ക് സന്തോഷം. അത് ഞാൻ വെളിപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരോടും. ആരൊക്കെയാണ് ഈ ആത്മബലി നടത്തുന്ന ആൺമക്കളെ പോലെയുള്ളവർ ആരൊക്കെയാണ് എന്ന് ഞാൻ സമൂഹത്തിനോടോ എൻ്റെ വീട്ടിലോ ആരോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, 5 10 എത്ര പേരെയാണ് വെളിപ്പെടുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തോട്ടെ. എന്തായാലും അവർക്കെല്ലാം എൻ്റേതായ ഒന്നും വേണ്ട. ഞാൻ മരിച്ചു പോയാലും ജീവിച്ചിരിക്കുമ്പോഴായാലും മരിച്ചു പോയാലും എൻ്റെ പ്രാർത്ഥന മാത്രം അവർക്ക് മതി. വേറെ എൻ്റേതായ ഒന്നും അവർക്ക് വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ. ഗുഡ് മോർണിംഗ്, ഉച്ചയാവാറായി. ഗുഡ് ആഫ്റ്റർനൂൺ.
എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥനയോടെ.